Yes, happy morning, one and all. So, welcome to the marathon of FM ആണോ? യെസ് എഫ് എം. ഞാൻ ആക്ച്വലി ഇന്നലെ പറഞ്ഞിരുന്നു എഫ് എമ്മിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിൽ ഒരു കോൺസെപ്റ്റ് റിവിഷൻ വീഡിയോ ഇടുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇന്നലെ ചെയ്യാൻ പറ്റിയില്ല. സോ ഇന്ന് നമ്മൾ ചെയ്യും. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിലുള്ള ആ ഒരു ചാപ്റ്ററാണ് നമ്മൾ റിവൈസ് ചെയ്യാം. ആൻഡ് ബിഫോർ സം പോയിൻറ്റ്സ് കീപ്പ് ഇൻ മൈൻഡ്. അതായത് നമ്മൾ ആക്ച്വലി ഞാനൊരു എഫ് എം അതുപോലെ തന്നെ കോസ്റ്റും ഇതിൻ്റെ റിവിഷൻ വീഡിയോസ് ഇടാനാണ്, ഓരോ ചാപ്റ്റേഴ്സിൻ്റെ റിവിഷൻ വീഡിയോസ് ഇടാനാണ് വിചാരിക്കുന്നത്. ആൻഡ് വാട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻസ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓരോ കോൺസെപ്റ്റ് പറയുമ്പോൾ ഞാൻ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇല്ലുസ്ട്രേഷൻസ് കാര്യങ്ങൾ ഞാൻ പറയും. നിങ്ങൾ ആ ഓരോ കോൺസെപ്റ്റ് കഴിയുമ്പോഴും അതിൻ്റെ എൻഡിൽ നിങ്ങൾ പോസ് ചെയ്യുക. നെക്സ്റ്റ് എന്ത് ചെയ്യാം, ഞാൻ പറയുന്ന ആ ഒരു ഇല്ലുസ്ട്രേഷൻസ് നിങ്ങൾ റിവൈസ് ചെയ്യാം. സോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു മാരത്തോൺ സെഷനിലൂടെ തന്നെ എന്ത് ചെയ്യും, ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് റിവൈസ് ചെയ്തു പോകും. വാട്ട് യു ഡു, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കീപ്പിംഗ് എ മാരത്തോൺ നോട്ട്സ്, ഒരു മാരത്തോൺ നോട്ട്സ് കീപ്പ് ചെയ്യാം. ഇന്ന് അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു നോട്ട്സ് കീപ്പ് ചെയ്തിട്ട് ഇറ്റ് ഹെൽപ്സ് ഫോർ യുവർ 1.5 day എക്സാം. ഓക്കെ, ഫസ്റ്റ് വാച്ച് ചെയ്യുമ്പം നോർമൽ സ്പീഡിൽ കാണാം. ആൻഡ് സെക്കൻഡ് വാച്ച്, ഓക്കെ, അതാണ് നിങ്ങൾക്ക് വീണ്ടും എടുത്ത് കാണാനുള്ള ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇപ്പം തന്നെ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ നോർമൽ സ്പീഡിൽ കാണാം. സെക്കൻഡ് വാച്ച് മുതൽ നിങ്ങൾക്ക് 1.5x-ലോ 2x-ലോ നിങ്ങൾക്ക് കാണാം. ആൻഡ് സപ്പോർട്ട്, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ആക്ച്വലി ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഐ തിങ്ക് 300 വ്യൂസ് ആക്ച്വലി ഉണ്ടായിരുന്നു. ഇറ്റ്സ് പ്ലഷർ ടു മീ. ആൻഡ് ഇറ്റ്സ് എ ഫണ്ണിങ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാം പ്രഷർ കൊണ്ടാണെന്നറിയില്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. ദാറ്റ്സ് ഓക്കെ. ഫോർ യുവർ അപ്ഡേഷൻ, അതായത് നമ്മളിപ്പോൾ അപ്കമിങ് വീഡിയോസിൻ്റെ അപ്ഡേഷന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. കാരണം ആക്ച്വലി ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ ആ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇന്നലെ എനിക്ക് കിട്ടിയ ആ വീഡിയോസിനുള്ള വ്യൂസാണ്. ദാറ്റ്സ് മോട്ടിവേഷൻ. നെക്സ്റ്റ്, ആൻഡ് ലൈക്ക് ചെയ്യാം. സാധാരണ യൂട്യൂബേഴ്സ് പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാം. ലൈക്ക് ചെയ്യാന്ന് വെച്ചാൽ ആക്ച്വലി ഇപ്പോൾ ഒരു 300 ആൾക്കാരെങ്കിലും കാണുന്നതെങ്കിൽ ഒരു 100 ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാണ്. 100 ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം. ഓക്കെ, അതിനകത്ത് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വലിയൊരു കമൻറ്റ് ഐ ഡോണ്ട് എക്സ്പെക്റ്റ് അങ്ങനത്തെ വലിയൊരു കമൻറ്റ് ആയിരിക്കും, താങ്ക് യു അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഐ ഡോണ്ട് എക്സ്പെക്റ്റ്. കാരണം ഇത് ഞാൻ വോളണ്ടറിലി ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാം, അറ്റൻഡൻസ് എങ്കിലും വെക്കാം. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഹാൻഡ് റൈസ് ചെയ്യാം. ദാറ്റ്സ് ഇനഫ്. ഓക്കെ, ആൻഡ് ഷെയർ ചെയ്യാം ഫോർ യുവർ ഫ്രണ്ട്സ്, പിന്നെ ഷെയർ ചെയ്യാം. ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മൾ ഇന്ന് നോക്കുന്നത് വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ 7 ആണ് ആക്ച്വലി. ആ ഒരു ചാപ്റ്ററിൻ്റെ ഓവറോൾ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ദാറ്റ്സ് ഒരു വലിയൊരു ചാപ്റ്ററാണ്. ദ ബണ്ടിൽ ഓഫ് പ്രോബ്ലംസ് നമുക്കതിലുണ്ട്. നമുക്ക് ആ ഒരു ചാപ്റ്ററിലെ എല്ലാ കോൺസെപ്റ്റും നമുക്ക് റിവൈസ് ചെയ്യാം. ഓക്കെ, എവരിബഡി ഓക്കെ? ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇൻവെസ്റ്റ്മെൻറ്റ് ദ ഹോൾ കോൺസെപ്റ്റ് ഓഫ് ദി ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ് ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഈസ് റിപ്ലേസ് ആൻ അസെറ്റ് ഓർ നോട്ട്. അതായത് നമ്മളൊരു അസെറ്റ് നമ്മൾ റിപ്ലേസ് ചെയ്യണോ വേണ്ടോ, നമ്മൾ ഡിസൈഡ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്യണോ ഓർ നോട്ട്, അല്ലെങ്കിൽ നമ്മളൊരു പ്രൊജക്റ്റ് എക്സ്പാൻഡ് ചെയ്യണോ അല്ലെങ്കിൽ ചെയ്യേണ്ടത്. ഇറ്റ്സ് എ ഡിസിഷൻ. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ളൊരു ഡിസിഷനാണ്. ആർ ക്ലിയർ ഗൈസ്? ഓക്കെ, ദാറ്റ്സ് എ ഹോൾ കോൺസെപ്റ്റ് ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ആൻഡ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് നോൺ ഡിസ്കൗണ്ടിങ് ടെക്നിക്സ് ആണ്. നമുക്ക് 2 ടെക്നിക്സ് ആണിത്, ഡിസ്കൗണ്ടിങ് ടെക്നിക്സ് ആൻഡ് നോൺ ഡിസ്കൗണ്ടിങ് ടെക്നിക്സ്. നോൺ ഡിസ്കൗണ്ടിങ് ടെക്നിക്സ് എന്ന് വെച്ചാൽ നമുക്ക് ടൈം വാല്യൂ ഓഫ് ദി മണി നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് വെച്ചാൽ ഇറ്റ്സ് എ പേ ബാക്ക് പീരീഡ്. പേ ബാക്ക് പീരീഡ് എന്ന് വെച്ചാൽ നമുക്ക് പേ ബാക്ക് പീരീഡ് ഈസ് എ പീരീഡ് ബൈ വിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് വിൽ ബി റിക്കവേർഡ്. അതായത് നമ്മൾ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്
നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. സോ ആ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ റിക്കവർ ചെയ്തെടുക്കാനുള്ള ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മണി നമ്മൾ റിക്കവർ ചെയ്തെടുക്കാൻ നമ്മൾ എടുക്കുന്ന ആ ഒരു പീരീഡിനെയാണ് നമ്മൾ പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. സോ പേ ബാക്ക് പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഔട്ട്ഫ്ലോ ഉണ്ടാകും. സോ ആ ഔട്ട്ഫ്ലോ നമ്മൾ റിക്കവർ ചെയ്ത് എടുക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ആ ഒരു പീരീഡ്. സോ ദ നെക്സ്റ്റ് നമുക്ക് നെറ്റ് ക്യാഷ് ഫ്ലോ ഈസ് കോൺസ്റ്റൻറ്റ്. ഇപ്പം ഈസ് ഇഫ് നെറ്റ് ക്യാഷ് ഫ്ലോ ഈസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, സോ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് പേ ബാക്ക് പീരീഡ് ഈസ് ഈക്വൽ ടു, പേ ബാക്ക് പീരീഡ് ഈസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡ് ബൈ ആനുവൽ നെറ്റ് ക്യാഷ് ഫ്ലോ. Pay back period is equal to investment divided by net cash flow. The next, for example, so the initial investment will be 3 lakhs and the annual cash flow, so annual cash flow will be 1 lakh. So the payback period is equal to 3 lakhs divided by 1 lakh is equal to 3 years. Are you clear, guys? 3 years. Okay. So അതായത് നമ്മൾ 3 lakhs നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോ ആ ഒരു 3 lakhs നമ്മൾ റിക്കവർ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 3 years ആണ്. അതായത് ഈച്ച് ഇയർ നമ്മൾ 1 lakh വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, റിവൈസ് ചെയ്യാം. നമ്മൾ 1 lakh നമ്മൾ ഇൻഫ്ലോ ആയിട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ സോ നമ്മൾ ഈ 3 lakhs നമ്മൾ റിക്കവർ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 3 years ആണ്. സോ ദാറ്റ്സ് ഓക്കെ. നെക്സ്റ്റ്, ഇഫ് ദ നെറ്റ് ക്യാഷ് ഫ്ലോ ഈസ് കോൺസ്റ്റൻ്റ് അല്ല, ഓക്കെ, നെറ്റ് ക്യാഷ് ഫ്ലോസ് കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ സോ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ക്യുമുലേറ്റീവ് അപ്രോച്ച്. നമ്മൾ യൂസ് ചെയ്യും ക്യുമുലേറ്റീവ് അപ്രോച്ച്. ഫോർ എക്സാമ്പിൾ ഇയർ 1, സോ ഇയർ 1 ഈസ് ഈക്വൽ ടു 80,000 ആണ്. സോ ഇയർ 1 നമുക്ക് 80,000 ആണ് നമുക്കത്. സോ ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോസ് ഈസ് ഈക്വൽ ടു 80,000 ഓൾസോ. ദെൻ സെക്കൻഡ് ഇയറിൽ നമുക്ക് 90,000 ആണ് ക്യാഷ് ഫ്ലോസ്. സോ ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് 170, അതായത് 80 പ്ലസ് 90 ഈസ് ഈക്വൽ ടു 170. ആൻഡ് തേർഡ് ഇയർ ഈസ്, സോ തേർഡ് ഇയർ 130 is my, so 130 ആണ് നമുക്ക് ക്യാഷ് ഫ്ലോസ്. സോ അങ്ങനെയാണ് ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ എന്ന് വെച്ചാൽ 170 പ്ലസ് 130 is equal to 3 lakhs. ആൻഡ് ഫോർത്ത് ഇയർ സോ 150 ക്യാഷ് ഫ്ലോ. സോ അങ്ങനെയാണ് ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ വിൽ ബി 450, അതായത് 3 lakhs പ്ലസ് 150 is equal to 450. ഓക്കെ. സോ ഇഫ് ദ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് 3.5 lakhs, 3,50,000 ആണ് നമുക്ക് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് എങ്കിൽ സോ എങ്ങനെയാണ് നോക്കാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് 3,50,000 എവിടെയാണ് വരുന്നത്. സോ ഇറ്റ് വിൽ ബിറ്റ്വീൻ 3 lakhs and 4,50,000. ഓക്കെ, 3 lakhs and 4,50,000. സോ അതിന് ഇടയിലാണ് വരുന്നത്. സോ അതായത് 3 years and 4 years, 3 years and 4, ബിറ്റ്വീൻ 3 years and 4 years. സോ അങ്ങനെയാണെങ്കിൽ സോ പീരീഡ് ഇൻക്രീസ്, സോ 1 year ഇൻക്രീസ് ചെയ്തപ്പോൾ, അതായത് മൂന്നാമത്തെ വർഷത്തിൽ നിന്നും 3 yearsൽ നിന്നും തേർഡ് ഇയറിൽ നിന്നും നമുക്ക് ഫോർത്ത് ഇയറിലേക്ക് വന്നപ്പം സോ ക്യാഷ് ഫ്ലോസ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് 1.5 lakhs ആണ്. അതായത് 450 മൈനസ് 3 lakhs. ഓക്കെ, 450 മൈനസ് 3 lakhs ഈസ് ഈക്വൽ ടു 1.5 lakhs. സോ അങ്ങനെയാണെങ്കിൽ സോ നമുക്ക് അതായത് പറയുന്നത് എങ്ങനെയാണ്, നമുക്ക് 1,50,000 നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി 1 year എടുത്തു. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് 50,000 ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി എത്ര ഇയേഴ്സ് എടുക്കും, എത്ര പീരീഡ് എടുക്കും എന്നാണ് നമുക്ക് ചോദിക്കുന്നത്. ദാറ്റ്സ് ഓക്കെ. സോ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ നമുക്ക് എക്സ് കിട്ടും. ഓക്കെ, അത് ക്ലിയർ ഗൈസ്? ആർ യു ഗെറ്റിംഗ് മൈ പോയിന്റ്? ഓക്കെ. സോ ദാറ്റ്സ്, അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണ് 50,000 ഡിവൈഡ് ബൈ 150. So 50,000 divided by 150 is equal to 0.33 years. So അങ്ങനെ പേ ബാക്ക് പീരീഡ് is equal to നമുക്ക് 3 years. ഓക്കെ, 3 years പ്ലസ് 0.3 years എങ്ങനെയാണെന്ന് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ സോ ടിൽത്ത് തേർഡ് ഇയർ നമുക്ക് എത്ര 3 lakhs നമ്മൾ എടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് 50,000 ആണ്. സോ ആ 50,000 എടുക്കാൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ സോ 50,000 എടുക്കുന്നത് 0.33 സോ നമുക്ക് ടോട്ടൽ നമുക്ക് പേ ബാക്ക് പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോ 3.33 years. 3.33 years. Are you clear? Everybody okay? Yes. So that's a whole concept of payback period. And the next one is payback reciprocal. So payback reciprocal എന്ന് വെച്ചാൽ സോ
ഇറ്റ് വിൽ ആസ്ക്ഡ് ആസ് ഒരു തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് കൂടുതലായി ചോദിക്കുന്നതാണ്. സോ പേ ബാക്ക് റെസിപ്രോക്കൽ ഈസ് ഈക്വൽ ടു 1 പേ ബാക്ക് പീരീഡ്. അത് പേ ബാക്ക് പീരീഡിൻ്റെ റെസിപ്രോക്കലാണ് 1 പേ ബാക്ക് പീരീഡ്. സോ ആൻഡ് പേ ബാക്ക് റെസിപ്രോക്കൽ ലൈഫ് ഓഫ് ദി പ്രോജക്റ്റ്, അതായത് പ്രൊജക്റ്റിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് സോ ഈസ് ഈക്വൽ ടു ട്വൈസ് ഓഫ് ദി പേ ബാക്ക് പീരീഡ്. പേ ബാക്ക് പീരീഡിൻ്റെ ട്വൈസ് ആണെങ്കിൽ സോ പേ ബാക്ക് റെസിപ്രോക്കൽ ഈസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ് IRR. ആർ ഗെറ്റിംഗ് മൈ പോയിന്റ്? ആർ ക്ലിയർ ഗൈസ്? ആർ ക്ലിയർ? അതായത് ഒരു പ്രൊജക്റ്റിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് സോ പേ ബാക്ക് പീരീഡിൻ്റെ ട്വൈസിന് ഈക്വൽ ആണെങ്കിൽ സോ നമുക്ക് പേ ബാക്ക് റെസിപ്രോക്കൽ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു IRR, അപ്രോക്സിമേറ്റ് IRR. ആർ യു ഗെറ്റിംഗ് മൈ പോയിന്റ്? ഓക്കെ. സോ ദാറ്റ്സ് എ ഹോൾ സ്ട്രക്ചർ ഓഫ് പേ ബാക്ക് റെസിപ്രോക്കൽ. ആൻഡ് സോ ബാക്കി നമുക്ക് ആക്ച്വലി നെക്സ്റ്റ് പാർട്ട് 2 എടുക്കാം. So next one is ARR. Okay. So average അല്ലെങ്കിൽ അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയും. സോ ആവറേജ് ഓർ അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ. സോ ARR ഈസ് ഈക്വൽ ടു ആവറേജ് നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഒന്നുകിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഏതെങ്കിലും ഒന്നായിരിക്കും നമ്മൾ ഡിനോമിനേറ്ററിൽ യൂസ് ചെയ്യുന്നത്. നോമിനേറ്റർ ആവറേജ് ഇൻകം, ദെൻ ഡിനോമിനേറ്റർ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. സോ വാട്ട് ഈസ് നെറ്റ് ഇൻകം? യെസ്, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ആക്ച്വലി ഇവിടെയാണ് നമുക്ക് കൺഫ്യൂസ്ഡ് ആക്കുന്നത്. സോ നെറ്റ് ഇൻകം എന്ന് വെച്ചാൽ ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രകാരമുള്ള നെറ്റ് ഇൻകം. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രകാരമുള്ള നെറ്റ് ഇൻകം അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രകാരമുള്ള പ്രോഫിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? സോ ടിൽ ദ ടൈം നമ്മൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ചാപ്റ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് ആണ്. സോ ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഏണിങ്സ് ബിഫോർ ഡിപ്രീസിയേഷൻ ആൻഡ് ടാക്സിൽ നിന്ന് നമ്മൾ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുന്നു, then ഏണിങ്സ് ബിഫോർ ടാക്സ് കിട്ടുന്നു, ദെൻ ടാക്സ് നമ്മൾ മൈനസ് ചെയ്യുന്ന ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് കിട്ടുന്നു, ദെൻ നേരത്തെ നമ്മൾ ഡിഡക്റ്റ് ചെയ്തിരിക്കുന്ന ഡിപ്രീസിയേഷൻ നമ്മൾ നിന്ന് ആഡഡ് ബാക്ക് ചെയ്യുന്നു. സോ ദാറ്റ്സ് നമുക്ക് കിട്ടുന്നത് ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് ആണ്. ബട്ട് ഇത് കം ടു ദ പോയിൻ്റ് ഓഫ് ARRലേക്ക് വരുമ്പം നമ്മൾ ഏണിങ്സ് ബിഫോർ ഡിപ്രീസിയേഷൻ ടാക്സ് ആണ്. സോ അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുന്നു. സോ നമുക്ക് ഏണിങ്സ് ബിഫോർ ടാക്സ് കിട്ടുന്നു, ദെൻ ടാക്സ് മൈനസ് ചെയ്യുന്നു, ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് കിട്ടുന്നു. സോ നമ്മളിവിടെ ഡിപ്രീസിയേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ആഡഡ് ബാക്ക് ചെയ്യുന്നില്ല. ഇതിനാണ് നമ്മൾ ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രകാരമുള്ള നെറ്റ് ഇൻകം എന്ന് പറയുന്നത്, അല്ലേ? എന്താണ് ഡിപ്രീസിയേഷൻ നമ്മൾ ആഡഡ് ബാക്ക് ചെയ്യുന്നില്ല. ഓക്കെ, ഇതിനെയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രകാരമുള്ള നെറ്റ് ഇൻകം എന്ന് പറയുന്നത്. ആർ യു ക്ലിയർ ഗൈസ്? സോ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ആക്ച്വലി. സോ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് എന്താണ് കൺഫ്യൂസ്ഡ് ആകുന്ന ഏരിയയാണ്. സോ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചാപ്റ്ററിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രകാരമുള്ള ഡിപ്രീസിയേഷൻ യൂസ് ചെയ്യുന്നത് ARRലാണ്. ഓക്കെ, ഓർത്ത് വെക്കാം. സോ താങ്ക്സ് എവരിബഡി. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് അടുത്തയിലേക്ക് വരുന്നത് വെച്ചാൽ സോ ഇഫ് ദ പ്രോഫിറ്റ് ഡാറ്റ ഈസ് മിസ്സിങ്, നമുക്ക് പ്രോഫിറ്റ് അറിയില്ല. സോ പ്രോഫിറ്റ് ഡാറ്റ മിസ്സിങ് ആണെങ്കിൽ സോ നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആവറേജ് നെറ്റ് ഇൻകം ഈസ് ഈക്വൽ ടു ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോസ് മൈനസ് ടോട്ടൽ ക്യാഷ് ഔട്ട്ഫ്ലോസ് ഡിവൈഡ് ബൈ N. Total cash inflows minus total cash outflows divided by N. So for example, year 1 to year 10, the cash inflow will be 1 lakh. So the year 1 നമുക്ക് cash outflow നമുക്ക് 20,000 ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ആവറേജ് നെറ്റ് ഇൻകം, സോ മൈ ആവറേജ് നെറ്റ് ഇൻകം ഈസ് ഈക്വൽ ടു 1 lakh ഡിവൈഡഡ് ബൈ, സോ 1 lakh മൈനസ് 20,000 ഡിവൈഡഡ് ബൈ 10 ഈസ് ഈക്വൽ ടു നമുക്ക് 8,000 കിട്ടും. 8,000. സോ ഇതാണ് പ്രോഫിറ്റ് ഡാറ്റ മിസ്സിങ് ആണെങ്കിൽ നമ്മൾ ആവറേജ് നെറ്റ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ എവരിബഡി ഓക്കെ, ദാറ്റ്സ് ക്ലിയർ? ഓക്കെ. സോ ദ നെക്സ്റ്റ് നമുക്ക് ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മൾ പറഞ്ഞ ഡിനോമിനേറ്റർ നമ്മൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് യൂസ് ചെയ്യും. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ. ദ നെക്സ്റ്റ് ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ, സോ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചാൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് സാൾവേജ് വാല്യൂ ഡിവൈഡ് ബൈ 2. ഓക്കെ, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് സാൾവേജ് വാല്യൂ ഡിവൈഡ് ബൈ 2. സോ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചാൽ അസറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസ്, ഇന്ന് ഞാനൊരു അസറ്റിന് കൊടുക്കുന്ന വില. ഓക്കെ, ഇന്ന് ഞാൻ അസറ്റിന് കൊടുക്കുന്ന കോസ്റ്റ്. ഓക്കെ, സോ ഇതാണ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അസറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസ്.
സോ സാൽവേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ സോ അസറ്റിൻ്റെ ക്ലോസിംഗ് ബാലൻസ്. സോ എങ്ങനെയാണ് ഈ സാൽവേജ് വാല്യൂം അതുപോലെ തന്നെ പിന്നെ അസറ്റിൻ്റെ ക്ലോസിംഗ് ബാലൻസും ഈക്വൽ ആകുന്നത് നോക്കാം. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ അസറ്റിൻ്റെ ഒറിജിനൽ കോസ്റ്റ് 1 lakh. അസറ്റിൻ്റെ ഒറിജിനൽ കോസ്റ്റ് 1 lakh. റെസീജ്വൽ വാല്യൂ വിൽ ബി 10,000. ആൻഡ് 3 ലൈഫ് എന്ന് പറയുന്നത് 3 years ആണ്. സോ അങ്ങനെ ഡിപ്രീസിയേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തൂടെ. സോ 1 lakh മൈനസ് 10,000 ഡിവൈഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 30,000 പെർ ആനം. ഒരു വർഷം നമുക്ക് 30,000. സോ നമുക്ക് ടോട്ടൽ ഡിപ്രീസിയേഷൻ ഫോർ 3 years 3 വർഷത്തേക്കുള്ള ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 30,000 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 90,000. സോ അങ്ങനെയാണ് അസറ്റിൻ്റെ ക്ലോസിംഗ് ബാലൻസിനാൽ 1 lakh മൈനസ് 90,000 ഡിപ്രീസിയേഷൻ അല്ലേ. അതായത് 3 yearsലേക്കുള്ള ഡിപ്രീസിയേഷൻ 90,000 ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് 10,000. സോ 10,000 ദാറ്റ് ഈസ് നമുക്ക് 10,000 എത്രയാണ് റെസീജ്വൽ വാല്യൂ എത്രയായിരുന്നു 10,000. സോ അങ്ങനെയാണെങ്കിൽ അസറ്റിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എത്ര 10,000. സോ അതാണ് പറയുന്നത് സാൽവേജ് വാല്യൂ ഈക്വൽ ടു അസറ്റിൻ്റെ ക്ലോസിംഗ് ബാലൻസ്. ആർ ക്ലിയർ ഗൈസ്? ഓക്കെ, സോ ദെൻ ഇവിടെ നിങ്ങൾ വീഡിയോ പോസ് ചെയ്യാം. Just a minute guys. Yes. Then next നമുക്ക് illustration 2 ചെയ്യാം. ഓക്കെ, റിവൈസ് illustration 2. ഓക്കെ, ICA മെറ്റീരിയൽ illustration 2 റിവൈസ് ചെയ്യാം. യെസ്, ഇനി ഇതാണ് നമുക്ക് നോൺ ഡിസ്കൗണ്ടിങ് ടെക്നിക്സിലേക്ക് വരുന്നത്. ഇനി ഡിസ്കൗണ്ടിങ് ടെക്നിക്സിലേക്ക് വന്നതിനാൽ സോ നമുക്ക് ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് NPV, നെറ്റ് പ്രസൻറ്റ് വാല്യൂ. സോ NPV കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സോ പ്രസൻറ്റ് വാല്യൂ ഓഫ് ദി net cash inflows minus present value of the cash outflows. Present value of the net cash inflows minus present value of the cash outflows. For example, project outflow 1 lakh. The next inflow എന്ന് വെച്ചാൽ ഇയർ 1 നമുക്ക് 80,000, ഇയർ 2 നമുക്ക് 70,000. സോ ടോട്ടൽ ഔട്ട്ഫ്ലോ എന്ന് വെച്ചാൽ 150. സോ ദാറ്റ് മീൻസ് സോ 1 lakh എന്ന് പറയുന്നത് ഇന്ന് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ 1,50,000 എന്ന് പറയുന്നതോ സോ ദാറ്റ്സ് എ ഫ്യൂച്ചർ. ഓക്കെ, നമുക്ക് 2 വർഷം കഴിഞ്ഞിട്ട് കിട്ടുന്നതാണ്. സോ അതായത് ഈ 1 lakhും ഈ 150,000 ഈക്വൽ അല്ല. കാരണം 1 lakh എന്ന് പറയുന്നത് സോ പ്രസൻറ്റ് വാല്യൂ, ദെൻ 150 എന്ന് പറയുന്നത് ഫ്യൂച്ചർ വാല്യൂ. സോ ഇറ്റ്സ് നോട്ട് ഈക്വൽ. സോ നമുക്ക് അതിനെ ഡിസ്കൗണ്ട് ചെയ്യണം. ഓക്കെ, സോ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇയർ 0. സോ ഇൻ FM ഇൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ നമുക്ക് ഇയർ 0 എന്ന് പറഞ്ഞാൽ ഇന്ന്. സോ ഇന്ന് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതാണ് 0 മീൻസ്. ഓക്കെ, സോ അപ്പം ഇയർ 0ൽ നമുക്ക് 1 lakh ആണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ഡിസ്കൗണ്ട് ഫാക്ടർ വിൽ ബി 1. സോ ഡിസ്കൗണ്ട് ഫാക്ടർ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സോ 1 ഡിവൈഡ് ബൈ 1 പ്ലസ് I റേസ് ടു n. 1 ഡിവൈഡ് ബൈ 1 പ്ലസ് I റേസ് ടു n. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 lakh നമുക്ക് കിട്ടി. നെക്സ്റ്റ് നമുക്ക് ഇയർ 1ൽ നമ്മൾ 80,000 ആണ് നമുക്ക് ക്യാഷ് ഫ്ലോസ്. സോ നെക്സ്റ്റ് 0.9090, അതായത് നമുക്ക് ഇങ്ങനെ ഉണ്ടാവും 1 ഡിവൈഡ് ബൈ 1.01 റൈസ് ടു എത്രയാണ് 1 റൈസ് ടു 1. സോ ഫസ്റ്റ് ഇയർ കൊടുക്കാം. സോ നെക്സ്റ്റ് നമുക്ക് എത്ര കിട്ടും പിന്നെ 80,000 ഇൻറ്റു 0.9090 72,720. നെക്സ്റ്റ് നമുക്ക് ഇയർ 2ൽ നമുക്ക് വരുന്നത് 70,000 ആണ് വരുന്നത്. സോ 70,000. സോ അങ്ങനെയാണെങ്കിൽ 0.8264 ആണ് നമുക്ക് ഡിസ്കൗണ്ട് ഫാക്ടർ വരുന്നത്. സോ അങ്ങനെയാണെങ്കിൽ 70,000 ഇൻറ്റു 0.8264 ഇസിക്കൽ ടു 57,848. സോ the NPV will be, so നമുക്ക് NPV എന്ന് പറയുന്നത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ദി ക്യാഷ് ഇൻഫ്ലോസ് മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ദി ക്യാഷ് ഔട്ട്ഫ്ലോസ്. അതായത് സോ പ്രസൻറ്റ് വാല്യൂ ഓഫ് ദി ഇറ്റ് വിൽ ബി ഇത് രണ്ട് നമുക്ക് പ്രസൻറ്റ് വാല്യൂ ഓഫ് ദി ക്യാഷ് ഇൻഫ്ലോസ് ആണ്. സോ നമുക്ക് ഈ 1 lakh നമ്മൾ മൈനസ് ചെയ്താൽ 30,568 നമുക്കതാണ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ദി നമുക്ക് നെറ്റ് പ്രസൻറ്റ് വാല്യൂ കിട്ടും, NPV നമുക്ക് കിട്ടും. സോ ഈ പ്രോബ്ലം എവരിബഡി ഓക്കെ? യെസ്. സോ നെക്സ്റ്റ് നമുക്ക് അടുത്തത് വെച്ചാൽ NPV. സോ അതുകൊണ്ട് നമുക്ക് NPV പോസിറ്റീവ് ആണെങ്കിൽ, ഇഫ് ദ NPV പോസിറ്റീവ് ആണെങ്കിൽ അക്സെപ്റ്റ് ദ പ്രോജക്റ്റ് അക്സെപ്റ്റ് ചെയ്യുക, നെഗറ്റീവ് ആണെങ്കിൽ റിജക്റ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ദ അഡ്വാൻറ്റേജസ്. സോ ബിഫോർ നമുക്ക് അതിന് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് മിസ് ഔട്ട് സംതിങ്. ഓക്കെ ഞാൻ നമ്മൾ ഈ പേ ബാക്ക് പീരീഡ് പറഞ്ഞിരുന്നു. സോ അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ഈസി ടു കാൽക്കുലേറ്റ്, നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈസി ടു അണ്ടർസ്റ്റാൻഡ് അല്ലേ, നമുക്ക് അണ്ടർസ്റ്റാൻഡിങ്ങിനൊന്നും വലിയ പ്രോബ്ലം ഒന്നും വരുന്നില്ല. ഓക്കെ, ദാറ്റ്സ് ഓൾ.
ആൻഡ് ദ ഡിസഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തെങ്കിലും ഒരു തിയറി ആയിട്ട് ചോദിച്ചാൽ ഇത് എഴുതിയാൽ മതി. ഓക്കെ. ദെൻ ഡിസഡ്വാൻറ്റേജ് ഇഗ്നോർ ദ ടൈം വാല്യൂ ഓഫ് ദി മണി. യെസ്. കാരണം നോൺ ഡിസ്കൗണ്ടിങ് ടെക്നിക്സ് ആണ്. അതുപോലെ തന്നെ ഇഗ്നോർ ക്യാഷ് ഫ്ലോ ആഫ്റ്റർ പേ ബാക്ക് പീരീഡ്. പേ ബാക്ക് പീരീഡിന് ശേഷമുള്ള ക്യാഷ് ഫ്ലോസ് എന്ത് ചെയ്യുന്നു? ഇഗ്നോർ ചെയ്യുന്നു. That's it. And yes, the advantages of the NPV advantages of time value. Yes, it's the most advantages എന്ന് പറയുന്നത് ടൈം വാല്യൂ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഫുൾ സ്ട്രീംസ് ഓഫ് ദി ക്യാഷ് ഫ്ലോസ് എന്നാണ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ഡിസഡ്വാൻറ്റേജസ് ഈസ് നമ്പർ 1 എന്താണ്? ഫോർകാസ്റ്റിംഗ് പ്രോബ്ലം. നമുക്ക് ഫോർകാസ്റ്റിംഗ് പ്രോബ്ലം. ഓക്കെ, ദാറ്റ്സ് എ ഡിസഡ്വാൻറ്റേജ്. ഓക്കെ. ദ നെക്സ്റ്റ് നമുക്ക് അടുത്തത് നമ്മൾ വീഡിയോ എന്ത് ചെയ്യാം? പോസ് ചെയ്യാം. ദ നെക്സ്റ്റ് ഇല്ലുസ്ട്രേഷൻ 3 അതുപോലെ തന്നെ ഇല്ലുസ്ട്രേഷൻ 4 ചെയ്യാം. ഇല്ലുസ്ട്രേഷൻ 3, 4 ചെയ്യാം. സോ എവരിബഡി ഓക്കെ? യെസ്. So the next concept is profitability index അല്ലെങ്കിൽ present value index അല്ലെങ്കിൽ desirability index. Okay. So is any question എന്തെങ്കിലും is possibility to chance ask like എന്താണ് present value index അല്ലെങ്കിൽ desirability index എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ it's all about profitability index ആണ്. So it is the extension of the NPV extension ആണ്. So present profitability index is equal to present value of the cash inflows divided by present value of the cash outflows. Okay, present value of the cash inflows divided by present value of the cash outflows. So the next നോക്കാം. So more than 1 ആണെങ്കിൽ, സോ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് more than 1 ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക. ലെസ് ദാൻ 1 ആണെങ്കിൽ നമ്മൾ റിജക്ട് ചെയ്യുക. ആൻഡ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഈതർ എന്താണ് അക്സെപ്റ്റ് ഓർ റിജക്ട്. സോ ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ സർക്കംസ്റ്റാൻസസ്. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ സർക്കംസ്റ്റാൻസ് ഓഫ് ദി കമ്പനി. ഓക്കെ. സോ എന്ത് ചെയ്യാം? അക്സെപ്റ്റ് ചെയ്യാം, റിജക്ട് ചെയ്യാം. ദെൻ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓൾറെഡി നമ്മൾ NPV യിൽ പറഞ്ഞത്. ഇറ്റ്സ് വാട്ട് എവർ വി ഡിസ്കസ്ഡ് ഇൻ NPV. സോ ദാറ്റ്സ് സെയിം ടു profitability index also. Okay, advantages and disadvantages. So for video pause ചെയ്യാം, illustration 5 revise ചെയ്യാം. Okay, the next അടുത്തത് IRR. So the next concept is IRR, internal rate of the return. So rate at which the present value of the inflows is equal to present value of the inflows is equal to present value of the outflows. അതായത് present value of the cash inflow അതുപോലെ തന്നെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ദി ക്യാഷ് ഔട്ട്ഫ്ലോക്ക് ഈക്വൽ ആകുന്ന ആ ഒരു റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? IRR എന്ന് പറയുന്നത്. സോ നമുക്ക് അതായത് ദാറ്റ്സ് NPV വിൽ ബി 0. അതായത് നമുക്കറിയാം NPV നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഇൻഫ്ലോ മൈനസ് ഔട്ട്ഫ്ലോ ആണ്. സോ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ഈക്വൽ ആണെങ്കിൽ NPV എന്തായിരിക്കും? ദാറ്റ്സ് 0. ഓക്കെ. സോ ആ ഒരു റേറ്റിനെയാണ് നമുക്ക് IRR എന്ന് പറയുന്നത്. സോ സ്റ്റെപ്പ് ഇതാണ്. ഫസ്റ്റ് അസ്യൂം എനി 2 ഡിസ്കൗണ്ട് ഫാക്ടേഴ്സ്, 2 ഡിസ്കൗണ്ട് ഫാക്ടേഴ്സ് നമ്മൾ അസ്യൂം ചെയ്യാം. സോ 10% അല്ലെങ്കിൽ 50%, 10%, 50%, അങ്ങനെ 2 ഡിസ്കൗണ്ട് ഫാക്ടർ കാണാം. ദെൻ ഫൈൻഡ് ഔട്ട് ദ NPV നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. NPV നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ സെയിം തിങ് അതായത് ഈ ഒരു രീതിയിൽ. സോ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ചെയ്തത് അതേപോലെ നമ്മൾ എന്ത് ചെയ്യാം? ഈ ഒരു ടേബിളിൽ ചെയ്യാം. പിന്നെ NPV കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് IRR. സോ IRR ഇസ് ഈക്വൽ ടു ലോവർ റേറ്റ് പ്ലസ് NPV at lower rate plus NPV at a lower rate divided by NPV at a lower rate minus NPV at a higher rate into higher rate minus lower rate. Everybody okay? Okay, so that's important equation. So lower rate plus NPV at lower rate divided by NPV at lower rate minus NPV at higher rate into higher rate minus lower rate. Okay, the next നമുക്ക് for illustration 6 റിവൈസ് ചെയ്യാം. വീഡിയോ പോസ് ചെയ്യാം, ഇല്ലുസ്ട്രേഷൻ 6 റിവൈസ് ചെയ്യാം. ഓക്കെ. സോ ദ നെക്സ്റ്റ് നമുക്ക് അതുപോലെ തന്നെ ഇല്ലുസ്ട്രേഷൻ 7 റിവൈസ് ചെയ്യാം. ദ നെക്സ്റ്റ് ഇല്ലുസ്ട്രേഷൻ 8, ദാറ്റ്സ് എ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇല്ലുസ്ട്രേഷൻ 8 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, റിവൈസ് ചെയ്യാം. ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് കോൺസെപ്റ്റ് ഈസ് ടിൽ ദ ടൈം എവരിബഡി ഓക്കെ? ഓക്കെ. സോ ദ നെക്സ്റ്റ് നമുക്ക് MIRR. സോ മോഡിഫൈഡ് IRR. സോ നോക്കാം. സോ മോഡിഫൈഡ് IRR എന്ന് വെച്ചാൽ ദ ഹോൾ കോൺസെപ്റ്റ് ഓഫ് ദി മോഡിഫൈഡ് IRR എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ നമ്മൾ സാധാരണ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ദ നെക്സ്റ്റ് നമുക്ക് ഇൻഫ്ലോ കിട്ടുന്നു. യെസ്, അതാണ് നമുക്ക്
ഇതുവരെ നമുക്ക് നടന്നുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന നമുക്ക് കിട്ടുന്ന ഇൻഫ്ലോ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ കിട്ടുന്ന ഇൻഫ്ലോ നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നു. ദാറ്റ്സ് ദ കോൺസെപ്റ്റ് ഓഫ് ദി മോഡിഫൈഡ് IRR. സോ കൺസിഡർ ഇൻവെസ്റ്റ്മെൻറ്റ് എലമെൻറ്റ് നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്നു. സോ ഫൈൻഡ് ഔട്ട് ദ ക്യാഷ് ഫ്ലോ. നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്താ വെച്ചാൽ ക്യാഷ് ഫ്ലോസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, ക്യാഷ് ഫ്ലോസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ദെൻ ഫൈൻഡ് ഔട്ട് ടെർമിനൽ ക്യാഷ് ഫ്ലോസ് ഫോർ ഈച്ച് ഇയർ ആൻഡ് ടോട്ടൽ ടെർമിനൽ ക്യാഷ് ഫ്ലോസ്. അതായത് നമ്മൾ ഓരോ വർഷത്തെയും ടെർമിനൽ ക്യാഷ് ഫ്ലോസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതുപോലെ ടോട്ടൽ, അതായത് ഓരോ വർഷത്തെയും ടെർമിനൽ ക്യാഷ് ഫ്ലോസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതുപോലെ ടോട്ടൽ ടെർമിനൽ ക്യാഷ് ഫ്ലോസ് എന്ത് ചെയ്യാം, നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ വിൽ ഡു ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ യു ഗെറ്റ് ദ പോയിന്റ്. ഓക്കെ, സോ നമുക്ക് ടെർമിനൽ ക്യാഷ് ഫ്ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ വരുന്നത്, സോ നെറ്റ് ക്യാഷ് ഫ്ലോസ് ഇൻറ്റു 1 + i⁻n. നെറ്റ് ക്യാഷ് ഫ്ലോസ് ഇൻറ്റു 1 + i⁻n. ഓക്കെ, സോ നോക്കാം. സോ ഫോർ എക്സാമ്പിൾ ദ ഔട്ട്ഫ്ലോ വിൽ ബി 1,50,000 ആൻഡ് ദ റേറ്റ് ഈസ് ഈക്വൽ ടു 10%. ദ നെക്സ്റ്റ് ലൈഫ് എന്ന് പറയുന്നത് 3 years. സോ അങ്ങനെയാണെങ്കിൽ ഇയർ 1ലേക്ക് വന്നതിനാൽ, സോ ഇയർ 1ൽ നമുക്ക് 80,000 ആണ് നമ്മളെ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ്, സോ ഇയർ 1ൽ നമുക്ക് 80,000 കിട്ടി. 80,000 ഞാൻ കയ്യിൽ വാങ്ങിയോ? ഇല്ല, ഞാനത് ഇൻവെസ്റ്റ് ചെയ്യാണ്. സോ ഞാൻ അത് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക്, സോ നമ്മൾ എൻഡ് ഓഫ് ദി ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിനാൽ അത് എത്ര കൊല്ലത്തേക്കാണ്? സോ സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, 2 കൊല്ലത്തേക്കാണ് ഞാനത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആർ യു ഗെറ്റിംഗ് മൈ പോയിന്റ്? ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ 80,000 പ്ലസ്, ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, 80,000 പ്ലസ് 2 വർഷത്തേക്കാണ്, 2 വർഷത്തേക്ക് 10% വെച്ചിട്ടാണ്. സോ 10% പ്ലസ് 10%. സോ അങ്ങനെയാണെങ്കിൽ 96,800 കിട്ടും. ദെൻ അല്ലെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫാക്ടർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ അതായത് 1 + i⁻n. 1 + i⁻n വെച്ചാൽ 1 ആണ് നമുക്ക് വരുന്നത്. സോ i എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. സോ നമുക്ക് റേറ്റ് എന്ന് പറയുന്നത് 10 ആണ്. n എന്ന് പറയുന്നത് 2. 2 വർഷത്തേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, 2 വർഷത്തേക്കാണ്. സോ അങ്ങനെയാണെങ്കിൽ 1.21. സോ അങ്ങനെയാണെങ്കിൽ 80,000 × 1.21 = 96,800. സോ ദാറ്റ്സ് എവരിബഡി ഓക്കെ. ഓക്കെ, സോ ഇതാണ് 80,000 × 1.21. സോ 2 രീതിയിലും ചെയ്യാം. ആക്ച്വലി ഈ ഒരു മെത്തേഡ് ചെയ്യാം, അതായത് ഈ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്യാം. സോ അതായത് 1 + i⁻n, അതാണ് ആ ഒരു സംഭവം തന്നെയാണ് ഈ പറഞ്ഞത്. അതായത് നെറ്റ് ക്യാഷ് ഫ്ലോസ് ഇൻറ്റു 1 + i⁻n എന്ന് പറയുന്നത്. ഓക്കെ, സോ സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ നോക്കാം. സെക്കൻഡ് ഇയറിൽ നമുക്ക് 70,000 ആണ് നമ്മളെ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. 70,000 ഞാൻ കയ്യിൽ വാങ്ങിയോ? ഇല്ല, ഞാനത് ഇൻവെസ്റ്റ് ചെയ്തു. വീണ്ടും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ എൻഡ് ഓഫ് ദി സെക്കൻഡ് ഇയറിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതിന് അത് എത്ര വർഷത്തേക്കാണ്? സോ 3 years. എത്ര വർഷത്തേക്കാണ്? തേർഡ് ഇയറിലേക്ക്, അതപ്പോൾ 1 വർഷത്തേക്ക്. സോ അങ്ങനെയാണെങ്കിൽ 70,000 പ്ലസ് 10% = 77,000. ദെൻ ഇയർ 3ലേക്ക് വരുമ്പോൾ നമുക്ക് 50,000 ആണ് നമുക്ക് ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയുന്നത്. സോ നമ്മളവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, കാരണം നമുക്ക് ഇറ്റ്സ് എൻഡ് ഓഫ് ദി ഇയർ ആയി. സോ എൻഡ് ഓഫ് ദി ഇയർ ആകുമ്പോൾ നമുക്ക് മൊത്തത്തിൽ നമ്മൾ കിട്ടുകയാണ്. സോ അങ്ങനെയാണെങ്കിൽ 0. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് 50,000. സോ നമുക്കിവിടെ 50,000 വരും. സോ ഇതാണ് നമുക്ക് ഈച്ച് ഇയറിലുള്ള ടെർമിനൽ ക്യാഷ് ഫ്ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ടോട്ടൽ ടെർമിനൽ ക്യാഷ് ഫ്ലോസ് എന്ന് വെച്ചാൽ 2,23,800. സോ 2,23,800. സോ at what rate the present value of the terminal cash flows is equal to present value of the cash outflows. അതായത് സോ the whole concept of the MIRR, modified IRR പറയുന്നത് വെച്ചാൽ, സോ നമ്മൾ present value of the terminal cash flows is equal to, സോ present value of the cash outflows, what rate, ഏത് റേറ്റിലാണ് നമുക്ക് present value of the terminal cash flows present value of the cash outflowsന് ഈക്വൽ ആകുന്നത്, ആ ഒരു റേറ്റിനെയാണ് നമ്മൾ മോഡിഫൈഡ് IRR എന്ന് പറയുന്നത്. സോ എവ്രിബഡി ഓക്കെ? ദാറ്റ്സ് ഓക്കെ. യെസ്. ദ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, MIRRൽ നമ്മൾ NPV നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. സോ നമുക്ക് ഇയർ 0ൽ നമ്മൾ പറഞ്ഞു ഇന്നത്താണ്. സോ 150 ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത്. സോ ദ നെക്സ്റ്റ് നമുക്ക് ഡിസ്കൗണ്ട് ഫാക്ടർ 1 ആണ്. സോ നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രസൻറ്റ് ഡിസ്കൗണ്ട് ഫാക്ടർ 40% എടുത്തിട്ടുണ്ട്, 50% എടുത്തിട്ടുണ്ട്. സോ ഡിസ്കൗണ്ട് ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ 150, അതുപോലെ തന്നെ 50% ഡിസ്കൗണ്ട് ഫാക്ടർ 1, ദെൻ ഡിസ്കൗണ്ട് ഫാക്ടർ 150 ആയിരിക്കും നമുക്ക് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. സോ അതിൻ്റെ തേർഡ് ഇയർ, സോ നമുക്ക് ഫസ്റ്റ് ഇയറിലെ സെക്കൻഡ് ഇയറിൽ തേർഡ് ഇയറിലാണ് നമുക്ക് മൊത്തത്തിൽ കിട്ടുന്നത്. കാരണം ഫസ്റ്റ് ഇയറിൽ നമുക്കില്ല,
കാരണം നമ്മളതൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് തേർഡ് ഇയറിൽ ടോട്ടലായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ 2,23,800 ടെർമിനൽ ക്യാഷ് ഫ്ലോസ് തരാം 2,23,800 നെക്സ്റ്റ് തേർഡ് ഇയറിലുള്ള ഡിസ്കൗണ്ട് ഫാക്ടർ 40% കാൽക്കുലേറ്റ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് എത്ര കിട്ടും? 1,51,058. ദെൻ 50% തേർഡ് ഇയറിലെ ഡിസ്കൗണ്ട് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 1,47,149. സോ ദ NPV വിൽ ബി നമുക്ക് എത്ര? സോ നമുക്ക് 40% നമുക്ക് 1,058 ആൻഡ് പോസിറ്റീവ് 1,058 ആൻഡ് ദ 50% നമുക്ക് 50% പിന്നെ ദാറ്റ്സ് നെഗറ്റീവ് 2,851. സോ നെക്സ്റ്റ് നമുക്ക് IRR നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. സോ IRR കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ 40%, അതായത് നമുക്ക് ലോവർ റേറ്റ് തരാം 40% പ്ലസ് NPV ആയിട്ട് ലോവർ റേറ്റ് തരാം 1,058 ഡിവൈഡ് ബൈ 1,058 പ്ലസ് 2,851 ഈസ് ഈക്വൽ ടു 2,851 ഇൻറ്റു 50 മൈനസ് 40 ഈസ് ഈക്വൽ ടു 40.27%, 40.27%. സോ ഫോർ ഒരു IRR കാൽക്കുലേഷൻ ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. സി ഇവിടെ ഡിനോമിനേറ്റർ നോക്കിക്കഴിഞ്ഞാൽ സോ ലോവർ NPV അറ്റ് ലോവർ റേറ്റ് മൈനസ് NPV അറ്റ് ഹയർ റേറ്റ് ആയിരിക്കും. സോ NPV അറ്റ് ലോവർ റേറ്റ് വെച്ചാൽ പോസിറ്റീവ് ആയിരിക്കും. NPV അറ്റ് ഹയർ റേറ്റ് എന്ന് വെച്ചാൽ ഒരു നെഗറ്റീവ് ആയിരിക്കും. സോ നെഗറ്റീവ് നമുക്കിവിടെ പ്ലസ് ആവും. അത് ഓർത്ത് വെച്ചാൽ മതി. നെഗറ്റീവ് അത് പ്ലസ് ആവും. സോ അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി ആ ഒരു ഡിനോമിനേറ്ററിൻ്റെ കേസിൽ. അതാണ് ഇവിടെ പ്ലസ് ഇട്ടിരിക്കുന്നത്. കൺഫ്യൂസ് ആകരുത്, അതാണ് ഇവിടെ പ്ലസ് ഇട്ടിരിക്കുന്നത്. And the next one is വീഡിയോ പോസ് ചെയ്തിട്ട് ഇല്ലുസ്ട്രേഷൻ 9 ഒന്ന് ചെയ്ത് നോക്കാം, റിവൈസ് ചെയ്യാം. ഇല്ലുസ്ട്രേഷൻ 9 റിവൈസ് ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് നമുക്ക് കുറച്ച് കോൺട്രഡിക്ഷൻ പ്രോബ്ലംസ് ആണ്. സോ ആക്ച്വലി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടുന്ന് ആക്ച്വലി ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. ബട്ട് ഇപ്പം നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിക്കാത്ത ഭാഗങ്ങളിൽ നിന്ന് ചോദിക്കുമ്പോൾ സോ വി ഷുഡ് റെഡി ഫോർ എനിത്തിങ്. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത്. സോ കോൺട്രാഡിക്ഷൻ പ്രോബ്ലംസ് നമുക്ക് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് സോ സ്കെയിൽ ഓർ സൈസ് ഡിസ്പാരിറ്റിയാണ്. സ്കെയിൽ ഓർ സൈസ് ഡിസ്പാരിറ്റി മീൻസ് ഡിഫറൻസ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ദി പ്രൊജക്റ്റ്. ഇപ്പോൾ രണ്ട് പ്രൊജക്റ്റ് എയും ബി ഉണ്ട്. സോ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ ബീൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ടാകുന്ന വ്യത്യാസം. ഓക്കെ, ഇപ്പോൾ എ 1 lakh ആണെങ്കിൽ ബി നമുക്ക് 3 lakhs. അതാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകുന്ന ആ ഒരു ഡിഫറൻസ്. സോ നമുക്ക് ലാർജ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റ് വിൽ ബി ചൂസ്, അതായത് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളത് നമ്മൾ ചൂസ് ചെയ്യും വെൻ രണ്ട് കണ്ടീഷൻസ് നമുക്ക് സാറ്റിസ്ഫൈ ആണ്. രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആയിരുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു ലാർജ് ഇൻവെസ്റ്റ്മെൻറ്റുള്ള പ്രൊജക്റ്റ് നമ്മൾ ചൂസ് ചെയ്യും. സോ ആ കണ്ടീഷൻസ് ഒന്നാമത്തെ വെച്ച് കഴിഞ്ഞാൽ സോ NPV ഫ്രം ഇൻക്രിമെൻ്റൽ ക്യാഷ് ഫ്ലോ ഇസ് പോസിറ്റീവ്, അതായത് നമുക്ക് ഇൻക്രിമെൻ്റൽ ക്യാഷ് ഫ്ലോസിൽ നിന്നുണ്ടാകുന്ന ആ NPV പോസിറ്റീവ് ആയിരിക്കണം. ആൻഡ് ദ IRR ഫ്രം ഇൻക്രിമെൻ്റൽ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് മോർ ദാൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പം NPV പോസിറ്റീവ് ആയിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് IRR എന്ന് പറയുന്നത് മോർ ദാൻ നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാളും കൂടുതലായിരിക്കും. സോ നെക്സ്റ്റ് നമുക്ക് അത് ഫോർ ഇല്ലുസ്ട്രേഷൻ 10 നിങ്ങൾ എന്ത് ചെയ്യാം? റിവൈസ് ചെയ്യാം. ഇല്ലുസ്ട്രേഷൻ 10 റിവൈസ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് കേസ് 2 എന്ന് പറയുന്നത് ടൈം ഡിസ്പാരിറ്റി ഇൻ ക്യാഷ് ഫ്ലോ നോക്കാം. അതായത് ടൈം ഡിസ്പാരിറ്റി ക്യാഷ് ഫ്ലോയിൽ ഉണ്ടാകുന്ന ടൈം ഡിസ്പാരിറ്റി. ഓക്കെ, അതായത് ഡിഫറൻസ് ഇൻ ടൈം. സോ ഡിഫറൻസ് ഇൻ ടൈം ഇൻ വിച്ച് ദ ക്യാഷ് ഇൻഫ്ലോ ഫോർ റിക്കവറിങ് ഔട്ട്ഫ്ലോസ്. അതായത് നമുക്കിപ്പം ഔട്ട്ഫ്ലോസ് റിക്കവർ ചെയ്യുന്ന നമുക്ക് ഔട്ട്ഫ്ലോസ് റിക്കവർ ചെയ്യുന്ന ആ ഒരു ടൈമിലുണ്ടാകുന്ന വ്യത്യാസം. ഇപ്പോൾ രണ്ട് പ്രോജക്റ്റ് ഉണ്ട്. ആ രണ്ട് പ്രോജക്റ്റിൻ്റെയും ഔട്ട്ഫ്ലോസ് റിക്കവർ ചെയ്യുന്ന ടൈമിലുണ്ടാകുന്ന ആ ഒരു ഡിഫറൻസിനാണ് നമ്മൾ ടൈം ഡിസ്പാരിറ്റി എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് ഇല്ലുസ്ട്രേഷൻ 9 നിങ്ങൾ റിവൈസ് ചെയ്യാം. ആൻഡ് കേസ് 3 എന്ന് പറയുന്നത് ഡിസ്പാരിറ്റി ഇൻ ലൈഫ് ഓഫ് ദി പ്രൊപ്പോസൽസ്. ഇല്ല, നമുക്ക് രണ്ട് പ്രൊപ്പോസലിൻ്റെ ലൈഫിലുണ്ടാകുന്ന ഡിസ്പാരിറ്റി. സോ അതായത് രണ്ട് പ്രോജക്റ്റിൻ്റെ ലൈഫിലുണ്ടാകുന്ന വ്യത്യാസമാണ്. സോ ഫോർ ഇല്ലുസ്ട്രേഷൻ 12 നിങ്ങൾ റിവൈസ് ചെയ്യും. സോ ഇൻസ്റ്റിറ്റ്യൂട്ട് ആക്ച്വലി ഇതിങ്ങനെ ചോദിക്കാറില്ല. സോ അതുകൊണ്ടാണ് വലിയൊരു ഡെപ്ത് ആകാതെ പോയത്. ബട്ട്
നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ ടച്ച് ചെയ്ത് പോകണം, നമുക്ക് റിവൈസ് ചെയ്ത് പോകണം. ദാറ്റ്സ് എ ഹോൾ ഇൻറ്റൻഷൻ. ആൻഡ് the next one is capital budgeting under capital rationing. Capital budgeting under capital rationing. Okay. So the whole concept of this particular topic is, if project have different investments, find out NPV for rupees 1 of capital invested. ഇപ്പോൾ ഒരു പ്രോജക്റ്റിന് ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാൻ ₹1 ഇൻവെസ്റ്റ് ചെയ്തതിനാൽ എനിക്ക് എത്രയാണ് NPV കിട്ടുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു പ്രൊജക്റ്റിന് നമുക്ക് ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കേസിൽ സോ ₹1 ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ NPV എത്രയാണ് കിട്ടുക എന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. സോ അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാം, NPV ഡിവൈഡഡ് ബൈ ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയാം. NPV ഡിവൈഡഡ് ബൈ ക്യാഷ് ഔട്ട്ഫ്ലോ, അതായത് നമുക്ക് NPV ഡിവൈഡ് ബൈ ഇൻവെസ്റ്റ്മെൻറ്റ്. ദെൻ അസൈൻ റാങ്ക്സ് ബേസ്ഡ് ഓൺ എബോവ്. സോ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, റാങ്ക് ചെയ്യാം. ആൻഡ് സെലക്ട് ദ പ്രൊജക്റ്റ് വിത്ത് ഹയർ റാങ്ക്. ഓക്കെ, ഏറ്റവും വലിയ റാങ്കുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യാം, പിന്നെ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോന്നിനും നമ്മൾ എന്ത് ചെയ്യാം, റാങ്ക് ചെയ്യാം, ഓരോന്നിനും റാങ്ക് കൊടുക്കുക. അതിനനുസരിച്ച് നമുക്ക് ഹയർ റാങ്ക് ഉള്ളതിനെ സെലക്ട് ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് എ ഹോൾ കോൺസെപ്റ്റ്. ദെൻ ഇല്ലുസ്ട്രേഷൻ 30 ഈസ് നിങ്ങൾ റിവൈസ് ചെയ്ത് വെക്കാം. That's illustrations contains this concept. Okay, so the next one, the project with unequal lives. Okay, അതായത് ഒരു പ്രൊജക്റ്റിന് നമുക്ക് അൺഈക്വൽ ലൈഫ്സ് ആണെങ്കിൽ, ഈക്വൽ അല്ലാത്ത ലൈഫ് ആണെങ്കിൽ എന്തായിരിക്കും നോക്കാം. സോ നോക്കാം. അപ്പം നമുക്ക് ചെയ്യുന്നത് വെച്ചാണ് ഇക്വലൻ്റ് അനലിസ്റ്റ് ക്രൈറ്റീരിയൻ ചെയ്യുന്നത്. സോ ഇത് ആക്ച്വലി ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. സോ ഇതാണ് ഇക്വലൻ്റ് ആനുവലിസ്റ്റ് ക്രൈറ്റീരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഇക്വലൻറ്റ് ആനുവൽ ക്രൈറ്റീരിയ EAC ഈസ് ഈക്വൽ ടു NPV ഡിവൈഡ് ബൈ പ്രസൻറ്റ് വാല്യൂ ആനുവിറ്റി ഫാക്ടർ. NPV ഡിവൈഡ് ബൈ പ്രസൻറ്റ് വാല്യൂ ആനുവിറ്റി ഫാക്ടർ. സോ പ്രസൻറ്റ് വാല്യൂ ആനുവിറ്റി ഫാക്ടറും പ്രസൻറ്റ് വാല്യൂ ഇൻട്രസ്റ്റ് ഫാക്ടറും നിങ്ങൾ എന്താക്കാൻ പാടില്ല, കൺഫ്യൂസ്ഡ് ആക്കരുത്. സോ പ്രസൻറ്റ് വാല്യൂ ആനുവിറ്റി ഫാക്ടർ എന്ന് വെച്ചാൽ ഇഫ് 10% ആണെങ്കിൽ, ഇപ്പോൾ ഇഫ് 5 years ആണെങ്കിൽ എന്ത് ചെയ്യാം, സോ 5 years ആണെങ്കിൽ 10% ആണെങ്കിൽ സോ എങ്ങനെയാണ് 1.1. സോ 1.1 നമ്മൾ എന്ത് ചെയ്യാം, ഡിവൈഡഡ് ബൈ ഈക്വൽ ടു അടിക്കുക. then 5 പ്രാവശ്യം കൊടുക്കുക. then GT പ്രസ് ചെയ്യുക. സോ നമ്മൾ ആനുവിറ്റി ഫാക്ടറിലാണ് നമ്മൾ GT പ്രസ് ചെയ്യുന്നത്. ഇനി ഇൻട്രസ്റ്റ് ഫാക്ടറിൻ്റെ കേസിലും സോ നമുക്ക് 5 years ആണ്, 10% ആണ്. സോ 1.1 റേസ് ടു 1.1 നമ്മൾ കൊടുക്കുക, ഡിവൈഡ് ബൈ കൊടുക്കുക. then ഈക്വൽ ടു കൊടുത്തിട്ട് നമുക്ക് അഞ്ചാമത്തെ പ്രാവശ്യം കിട്ടുന്നത് ഏതാണോ അതായിരിക്കും നമുക്ക് 5th yearലുള്ള പ്രസൻറ്റ് വാല്യൂ ഇൻട്രസ്റ്റ് ഫാക്ടർ. സോ പ്രസൻറ്റ് വാല്യൂ ആനുവിറ്റി ഫാക്ടറും പ്രസൻറ്റ് വാല്യൂ ഇൻട്രസ്റ്റ് ഫാക്ടറും മാറിപ്പോകരുത്. സോ ദ നെക്സ്റ്റ് നമുക്കിതിൻ്റെ ഇഫ് ദ AAC ഇസ് ദ പോയിൻ്റ് ഓഫ് വ്യൂ ഓഫ് ദി നമുക്ക് ഇൻഫ്ലോൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂലാണെങ്കിൽ നമുക്ക് ഹയർ EAC സെലക്ട് ഹയർ EAC ഉള്ളതിനെ നമ്മൾ സെലക്ട് ചെയ്യാം, ആ ഒരു പ്രൊജക്റ്റ് സെലക്ട് ചെയ്യാം. കോസ്റ്റിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ ഓഫ് കോസ്റ്റ് ആണെങ്കിൽ ലോവർ EAC ഉള്ള പ്രൊജക്റ്റ് സെലക്ട് ചെയ്യാം. ആൻഡ് ദാറ്റ്സ് ഇല്ലുസ്ട്രേഷൻ 40 നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. ആൻഡ് ദ ഡിസിഷൻ റൂൾസ് ഫോർ പ്രൊജക്റ്റ് അക്സെപ്റ്റൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിസിഷൻ റൂൾസ് നോക്കാം. സോ നമുക്ക് ടെക്നിക്സ് തന്നിട്ടുണ്ട്. സോ പേ ബാക്ക് പീരീഡ് ഫസ്റ്റ് നമ്മൾ പറയുന്നത് പേ ബാക്ക് പീരീഡ് ആണ്. സോ പേ ബാക്ക് പീരീഡ് ഇൻഡിവിജ്വൽ പ്രോജക്റ്റിൻ്റെ കേസിലാണെങ്കിൽ, ഇൻഡിവിജ്വൽ പ്രോജക്റ്റ് ആണ്, അതായത് ഇപ്പോൾ ഒറ്റ പ്രോജക്റ്റ് ആണെങ്കിൽ സോ ലോവർ ദാൻ നമുക്ക് എക്സ്പെക്റ്റഡ് പീരീഡിനേക്കാളും കുറവുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഓക്കെ, എക്സ്പെക്റ്റഡ് പീരീഡിനേക്കാൾ കുറവാണെങ്കിൽ നമ്മളത് സെലക്ട് ചെയ്യാം. അതിന് മൾട്ടിപ്പിൾ പ്രോജക്റ്റ് നമുക്ക് ഒന്നിൽ കൂടുതൽ പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ലോവർ പിന്നെ അതായത് ആ ഒരു പ്രോജക്റ്റിൽ ലോവർ പേ ബാക്ക് പീരീഡ് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഇത് നെക്സ്റ്റ് ARRൻ്റെ കേസിൽ സോ നമുക്കിപ്പം ഇൻഡിവിജ്വൽ പ്രോജക്റ്റ് ആണെങ്കിൽ ഹയർ ദാൻ എക്സ്പെക്റ്റഡ് റിട്ടേൺ, നമ്മൾ എക്സ്പെക്റ്റഡ് റിട്ടേണിനേക്കാൾ കൂടുതലുള്ളത് സെലക്ട് ചെയ്യാം. ദെൻ മൾട്ടിപ്പിൾ പ്രോജക്റ്റ് ആണെങ്കിൽ ഹയർ ARR കൂടുതലുള്ളത് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് NPVൻ്റെ കേസിൽ NPV എന്ന് വെച്ചാൽ നമുക്ക് ഇൻഡിവിജ്വൽ പ്രോജക്റ്റിൻ്റെ കേസിൽ NPV മോർ ദാൻ 0 മുകളിലുള്ളത് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. ആൻഡ് ഇപ്പോൾ മൾട്ടിപ്പിൾ പ്രോജക്റ്റ് ആണെങ്കിൽ നമുക്ക് ഹയർ NPV ഉള്ളത് സെലക്ട് ചെയ്യും. എന്നുവെച്ചാൽ നമുക്ക് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിൻ്റെ കേസിൽ നോക്കാം. നമുക്ക് ഇൻഡിവിജ്വൽ പ്രോജക്റ്റിൻ്റെ കേസിൽ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മോർ ദാൻ 1 ഒന്നിനേക്കാൾ കൂടുതലുള്ളത് സെലക്ട് ചെയ്യുക. ദെൻ പിന്നെ മൾട്ടിപ്പിൾ പ്രോജക്റ്റിലാണ് ഹയർ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഉള്ളത് സെലക്ട് ചെയ്യുക.
ദെൻ IRRൻ്റെ കേസിൽ ഇൻഡിവിജ്വൽ പ്രോജക്റ്റ് ആണെങ്കിൽ IRR മോർ ദാൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ KO, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാൾ കൂടുതലുള്ളത് IRR സെലക്ട് ചെയ്യുക. പിന്നെ മൾട്ടിപ്പിൾ പ്രൊജക്റ്റ് ആണെങ്കിൽ ഹയർ IRR സെലക്ട് ചെയ്യുക. സോ നമുക്കിവിടെ ലോവർ നമ്മൾ വരുന്നത് ആക്ച്വലി നമുക്കിപ്പോൾ മൾട്ടിപ്പിൾ പ്രൊജക്റ്റിൻ്റെ കേസിൽ ലോവർ വരുന്നത് പേ ബാക്ക് പീരീഡിൻ്റെ കേസിൽ മാത്രമേ ലോവർ വരുന്നുള്ളൂ. സോ ലോവർ വരുന്നുള്ളൂ, ബാക്കിയൊക്കെ ഹയറിലാണ് നമ്മൾ എടുക്കുക. ഹയർ IRR, ഹയർ NPV, അതുപോലെ തന്നെ ഹയർ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്, അതുപോലെ തന്നെ ഹയർ IRR. So that's the whole concept of the profit investment decision chapter, and that's all about then. So നിങ്ങൾ ഈ ഒരു വീഡിയോസ് ആക്ച്വലി നിങ്ങൾ ഫസ്റ്റ് ഒരു വ്യൂ കാണാം, ഫസ്റ്റ് ഒരു പ്രാവശ്യം കാണാം ഫോർ എ നോർമൽ സ്പീഡ്. ദ നെക്സ്റ്റ് നിങ്ങൾക്ക് എക്സാമിൻ്റെ തലേന്നൊക്കെ നിങ്ങൾക്ക് അറിയാം ഒന്നുകൂടി ഫോർ ബ്രഷപ്പ് യുവർ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഒന്നുകൂടി വാച്ച് ചെയ്യാവുന്നതാണ്. ആൻഡ് ദാറ്റ്സ് ഓൾ. താങ്ക് യു.